ഹലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു പച്ചരിയും കൊണ്ടൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ വാവയ്ക്ക് ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ള ബിരിയാണിയാണ്. പച്ചരി കൊണ്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതാണ് സ്പെഷ്യൽ. പിന്നെ വാവ അതാ ഒന്നും മിണ്ടാതെ ടി വി നോക്കിയിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഹോം മെയ്ഡ് ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യായിരുന്നു. അപ്പോൾ നമ്മുടെ ചെറിയ കുക്കർ വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഈ മസാല കൂട്ടുണ്ടല്ലോ, പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പെരുംജീരകം, നമ്മുടെ ബിരിയാണി ഇല കേട്ടോ, അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ മസാലക്കൂട്ടൊക്കെ ഞാനിപ്പോൾ 2 പേർക്കുള്ള അരിയിലാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് എടുത്തിട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മളത് ഇഞ്ചി പേസ്റ്റാണ് അതിലേക്ക് ഇടുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വലിയ സവാളയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 2 പേർക്കല്ലേ ഉള്ളൂ. അപ്പോൾ വലിയൊരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളകും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിനെ മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായി വാടി വരുമ്പോൾ ഇനി അതിലേക്ക് നമ്മൾ 2 പേർക്ക് ആവശ്യമായിട്ട് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ആ ഉള്ളിലേക്ക് നന്നായി മിക്സ് ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് അടിയൊക്കെ പിടിക്കും മുളക് പൊടിൻ്റെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ വെജിറ്റബിളായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ പച്ചരി ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പട്ടയൊക്കെ ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ. എന്നാലേ അതിൻ്റെ പച്ചരിൻ്റെ സ്മെല്ലില്ലാതിരിക്കുള്ളൂ കേട്ടോ. 2 പട്ടയും 2 ഗ്രാമ്പും ഇട്ടിട്ട് കുറച്ച് നേരം കുതിരാൻ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ വെടിച്ച് മാറ്റി വെച്ചാൽ മതി. പിന്നെ ആ പച്ചരി നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനത് 1 കപ്പാണ് എടുത്തിരിക്കുന്നത് അരി. അപ്പോൾ അതിനനുസരിച്ച് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നമുക്കൊന്ന് ഒരു വിസിൽ അടുപ്പിക്കാൻ വെക്കാം കേട്ടോ. ഒറ്റ വിസിൽ മതി കേട്ടോ. അതിനുള്ളിൽ നമുക്ക് വെന്ത് കിട്ടും. പച്ചരി അല്ലേ, വേഗം വെന്ത് കിട്ടും കേട്ടോ. നമ്മുടെ പച്ചരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബിരിയാണി അരിയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് വീട്ടിലുള്ള പച്ചരി വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് സാലഡും 1 മുട്ടയും വെച്ചിട്ട് ഞാനത് വാവയ്ക്ക് കൊടുത്തു കേട്ടോ.